മക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് ഈശോയുടെ സംരക്ഷണത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സംരക്ഷിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ പരിപാലിക്കുന്ന ഈശോയെ കുറിച്ച്. അപ്പൊ ഈ സംരക്ഷണത്തെ കുറിച്ച് വചനത്തിൽ ഈശോ എന്താ പറയുന്നതെന്ന് ടീച്ചർ ഒന്ന് വായിക്കുക. എല്ലാവരും ശ്രദ്ധിച്ചോണേ. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ കർത്താവ് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവും ആയിരിക്കും. എന്ത് തെറ്റ്? ഇത് തെറ്റ്. ഇവിടെ കർത്താവെന്നല്ല നിനക്കെന്ന. ഞാൻ കർത്താവെന്നാണോ വായിച്ചേ? തെറ്റാണോ? കൊച്ചിനെങ്ങനെ ഇത് മനസ്സിലായേ? ചെറുപ്പം മുതലേ വായിക്കുന്ന. ചെറുപ്പം മുതലേ ബൈബിള് വായിക്കുന്നതാണോ? കേട്ടോ മക്കള്, കേട്ടോ? ഇവള് ലിയാമോള് ചെറുപ്പം മുതലേ ബൈബിള് വായിക്കുന്നു. അപ്പൊ ഇപ്പൊ ലിയാമോളൊന്ന് വായിച്ചു കേൾപ്പിക്കും. ശ്രദ്ധിച്ചോണേ, ഒന്ന് വായിച്ചേ. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറിച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. കേട്ടോ? ഒരു ക്ലാപ്പ് കൊടുത്ത എല്ലാരും. ഈശോയേ ഒന്ന് വരാമോ ഈശോയേ. ഓരോ നിമിഷവും ദൈവമേ സ്തുതി പാടിടും ഞാൻ. ഓരോ ശ്വാസത്തിലും ദൈവമേ നാമം വാഴ്ത്തിടും ഞാൻ. നിൻ സ്നേഹമാധുര്യം ആസ്വദിച്ചങ്ങനെ ഭൂമിയിൽ മാലാഖയായി പാറിപ്പറക്കും വാനിലെ ദൂതുമായി പാടി നടന്നിടും. നിന്റെ സന്തതികളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും എന്ന് യേശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ഈ വാഗ്ദാനം ജീവിതത്തിൽ അർത്ഥവത്തായതിന്റെ സന്തോഷത്തിലാണ് ഇരിട്ടി ഉളിക്കൽ മാപ്പിളപ്പറമ്പിൽ വീട്ടിലെ സുനിൽ ജോർജ് റിൻസി പൗലോസ് ദമ്പതികൾ. തങ്ങളുടെ മകളെ 1 വയസ്സു മുതൽ ദൈവവചനം പഠിപ്പിക്കാൻ ഈ അമ്മ കാണിച്ച സന്നദ്ധതയാണ് 6 വയസ്സുള്ള ലിയയെ ഇന്ന് സമൂഹത്തിനു മുന്നിൽ വിശ്വാസ സാക്ഷ്യമായി ഉയർത്തിയത്. ചെറുപ്പത്തിൽ തന്നെ ലിയയുടെ വായനയിലുള്ള താൽപര്യം മനസ്സിലാക്കിയ റിൻസി അവൾക്ക് മറ്റു പുസ്തകങ്ങൾ കൊടുക്കുന്നതിന് പകരം പരിശുദ്ധ ബൈബിളാണ് വായിക്കാൻ നൽകിയത്. ആദ്യം ബൈബിളിലെ സങ്കീർത്തന ഭാഗങ്ങളാണ് ഈ അമ്മ മകൾക്കായി പറഞ്ഞുകൊടുത്തത്. സങ്കീർത്തനങ്ങളിലെ ഓരോ അക്ഷരമാലകളും ആവർത്തിച്ച് പറഞ്ഞുകൊടുത്ത റിൻസി ലിയയിൽ നിക്ഷേപിച്ചത് വിശ്വാസത്തിന്റെ വിലപ്പെട്ട മുത്തുകൾ കൂടിയായിരുന്നു. ഇന്ന് ചെറുപ്രായത്തിൽ തന്നെ അൾത്താരയിൽ കയറി മകൾ ബൈബിൾ വായിക്കുന്നത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആത്മീയ ആനന്ദമാണ് അനുഭവിക്കുന്നത് എന്നാണ് റിൻസി പറയുന്നത്. സഹോദരരെ, വിശുദ്ധ പത്രോസ് ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സഹോദരരോടുള്ള കടമ. അവസാനമായി നിങ്ങളെല്ലാവരും ഹൃദയൈക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവിൻ. തിന്മയ്ക്ക് തിന്മയോ നിന്നനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അടരട്ടെയും നിയന്ത്രിക്കട്ടെ. അവൻ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ ചെയ്യട്ടെ. സമാധാനം അന്വേഷിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യട്ടെ. എന്തെന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാർക്ക് നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകൾക്ക് നേരെയും തുറന്നിരിക്കുന്നു. എന്തെന്നാൽ തിന്മ പ്രവർത്തിച്ചിരിക്കുന്നവരിൽ നിന്നും അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നു. കർത്താവ് തൻ്റെ പുത്രന്മാരെ പഠിപ്പിക്കും. അവർ ശ്രേയസ് ആർജിക്കും. ഇന്ന് ഷെക്കേന TV എത്തി നിൽക്കുന്നത് ഉളിക്കൽ ഉണ്ണിമിശിഹ ദേവാലയ അങ്കണമുറ്റത്താണ്. ഇവൾ സാധാരണ ഒരു ബാലികയല്ല, അത്ഭുത ബാലികയാണ്. ഈ ബാലികയ്ക്ക് വചനം പഠിക്കുവാനും വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാനും എല്ലാ ദിവസവും കുർബാന മധ്യേ വന്ന് വിശുദ്ധ കുർബാനയിൽ ലേഖനം വായിക്കുവാനും സദാ തൽപരയാണ് നമ്മുടെ ലിയാമോൾ. ലിയാമോളുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിഞ്ഞാലോ? അതെ, ഇന്ന് നമ്മുടെ ഉളിക്കൽ ഉണ്ണിമിശിഹ ദേവാലയത്തിൻ്റെ വികാരി ബഹുമാനപ്പെട്ട ഫാദർ ജെയ്സൺ കൂനാനിയിലച്ചൻ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അച്ഛനിലൂടെ ലിയാമോളെ നിങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അച്ഛാ, നമുക്ക് ലിയാമോളെ കുറിച്ച് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുത്താലോ? തീർച്ചയായും. മോൾ ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ വളരെ ഭംഗിയായിട്ട്
ലേഖനം വായിച്ചു. അഭിനന്ദനങ്ങൾ. താങ്ക് യു. മിടുക്കി. ബൈബിൾ വായിച്ചിട്ട് ഈശോയെക്കുറിച്ച് മോൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? ഈശോ എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവുമാണ് എന്ന് മനസ്സിലാക്കി. ഓ, ഈശോ രക്ഷകനും ദൈവവുമാണെന്ന് മോള് മനസ്സിലാക്കി അല്ലേ? മിടുക്കി. ബൈബിള് വായിച്ചിട്ട് മോൾക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് 1-2 സംഭവങ്ങൾ പറയാമോ? സക്കേവൂസിന്റെ കഥ, അപ്പം വർദ്ധിപ്പിക്കുന്ന ഈശോ, കാനായിലെ അത്ഭുതം. ഓ, ഓക്കെ. സക്കേവൂസിന്റെ കഥയും ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതും കാനായിലെ അത്ഭുതമൊക്കെ മോൾക്ക് ഇഷ്ടമായി അല്ലേ? കൊള്ളാം. ഇനിയും ഒത്തിരി ഈശോയെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട് കേട്ടോ. ഇനിയും തുടർന്ന് ബൈബിൾ എന്നും വായിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. മിടുക്കി. റിൻസി, ലിയാമോളുടെ ബൈബിൾ വായനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവങ്ങൾ കൂടുതലായിട്ട് പറയാനുണ്ടോ? സംഭവം പറയാനുള്ളത് വെച്ചാൽ പിന്നെ സൺഡേ സ്കൂൾ 1ാം ക്ലാസ്സിൽ അവൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ടീച്ചർ അവൾക്ക് ഒരു വചനം പറഞ്ഞായിരുന്നു. അവൾ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തപ്പോൾ ആ വചനം അവളുടെ വേദപാഠ പുസ്തകത്തിൽ നോക്കിയിട്ട് ടീച്ചർ പറഞ്ഞ വചനത്തിന് തെറ്റുണ്ടെന്ന് അവൾ പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ടീച്ചർ ചോദിച്ചു അതെന്താ മോളേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ടീച്ചർ പറഞ്ഞു ടീച്ചറെ വചനം ഇങ്ങനെയാണെന്ന് അവൾ ടീച്ചറിനോട് തിരുത്തി പറഞ്ഞു. അപ്പോൾ അത് ടീച്ചർ പറഞ്ഞു എന്നാൽ കൊച്ചൊന്ന് എണീറ്റ് വായിച്ചേന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ എണീറ്റ് വായിക്കുവാനിടയായി. അപ്പം ആ സംഭവം ടീച്ചറിനെ ഒരു അത്ഭുതപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെയാണ് ടീച്ചർ എന്നെ വിളിക്കുന്നത്. വേദപാഠം കഴിഞ്ഞപ്പോൾ ടീച്ചർ എന്നെ വിളിക്കുന്നുണ്ട്. വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു കുഞ്ഞ് ബൈബിൾ വായിക്കുമോ, അവൾക്ക് മലയാളം വായിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അവൾക്ക് മലയാളം വായിക്കാൻ അറിയാം, അവൾ ബൈബിൾ വായിക്കുന്നതാണെന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ അൾത്താരെ കയറ്റി ബൈബിൾ വായിപ്പിച്ചോട്ടെ, ഞാൻ വികാരിയച്ഛനോട് സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചു. ആ ഒരു സംഭവം അതിന് ശേഷമാണ് അവൾ അൾത്താരെ കയറി ലേഖനം വായിക്കാനും എല്ലാം തുടങ്ങിയത്. എൻ്റെ പേര് സുനിൽ. ലിയാമോൾ ഞങ്ങളുടെ ആദ്യത്തെ കുട്ടിയാണ്. അവൾ ചെറുപ്പം മുതലേ തന്നെ പ്രാർത്ഥിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. എന്നും പള്ളിയിൽ പോകണമെന്ന് പറയും. ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന ദിവസമൊക്കെ പള്ളിയിൽ കൊണ്ടുപോകാറുണ്ട്. പിന്നെ അവളാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രചോദനം. കർത്താവിന്റെ സംരക്ഷണം, അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കൊട്ടിയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് എന്നെ വേടന്റെ കണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. ഞാൻ ദേവസ്യ തൈപ്പറമ്പിൽ ഉളിക്കൽ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വചനത്തോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു കുട്ടിയാണ്. ദേവാലയത്തിൽ മുടങ്ങാതെ വരികയും ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്ന ഈ കുട്ടി കിട്ടുന്ന സമയങ്ങളിലൊക്കെ വചനം വായിക്കുകയും അത് ഹൃദയസ്ഥമാക്കുവാനും പരിശ്രമിക്കുന്ന കുട്ടിയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എൻ്റെ അമ്മ റിൻസിയെയും പിതാവിനെയും നന്ദിയോടെ ഓർക്കുന്നു. അമ്മ പഠിപ്പിച്ചു തന്നതാണ്, പക്ഷേ കഴിവ് നൽകിയത് ഈശോയാണ് എന്നാണ് ലിയയുടെ പക്ഷം. മക്കൾക്ക് കളിക്കുവാൻ എപ്പോഴും മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഗെയിമും നൽകുന്ന മാതാപിതാക്കൾ മക്കളോട് വലിയ ദ്രോഹമാണ് ചെയ്യുന്നത് എന്നാണ് റിൻസി സുനിൽ ജോർജ് ദമ്പതികൾ പറയുന്നത്. ഇന്ന് നമ്മുടെ കുഞ്ഞോമനകൾക്കായി നീക്കിവെക്കുന്ന നമ്മുടെ സമയമാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മൂലധനമെന്ന് ഒരിക്കൽ കൂടി ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് ഈ മാതാപിതാക്കൾ. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ഈ തിരുവചനം ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാതിരിക്കാം. ലിയാമോള് അതിമനോഹരമായിട്ട് ബൈബിൾ വായിച്ചിട്ടോ, ഇടിമിടിക്കുകയാണ്. ഇന്നു മുതൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ മുഴുവൻ വായിച്ച് തീർക്കണോ കേട്ടോ. സ്നേഹമുള്ളവരെ, നമ്മുടെ ലിയാമോള് 6 വയസ്സുള്ളൊരു കുട്ടിയാണ്. അതിമനോഹരമായിട്ട് സ്ഫുടമായിട്ട് ബൈബിൾ വായിച്ചു. ഇന്നത്തെ വളരുന്ന തലമുറയ്ക്ക് നല്ലൊരു മാതൃകയാണ്. നമ്മുടെ ഈ തലമുറ ഇനിയും കൂടുതലായിട്ട് ബൈബിൾ വായിക്കുവാനുള്ള പ്രേരണ ഉണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ലിയാമോളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഓരോ നിമിഷവും ദൈവമേ സ്തുതി